ചെറുപ്പത്തിൽ ഫേസ് ചെയ്യുന്ന പല മോശം അനുഭവങ്ങളും ഭാവിയിൽ സ്വഭാവത്തെയും മാനസികാവസ്ഥയും മാത്രമല്ല അവർക്കുണ്ടാകുന്ന അസുഖങ്ങളെയും സ്വാധീനിക്കാറുണ്ട്. അതായത് ഒരു കുട്ടിയോട് മോശമായിട്ട് പെരുമാറുക, ദേഷ്യപ്പെടുക, വഴക്ക് പറയുക, മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുക, പരിഹസിക്കുക, ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, മൂഡ് ചേഞ്ചസ്, ഇമോഷണലി സെൻസിറ്റീവ് ആവുക, പെട്ടെന്ന് ദേഷ്യം വരിക, വയലന്റ് ആവുക തുടങ്ങിയ ബിഹേവിയറൽ പ്രോബ്ലംസ്, മെന്റൽ ടെൻഷൻ, ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത്തരം കണ്ടീഷൻസ് ഒക്കെ തന്നെ മൈഗ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ലാബ് ഇൻവെസ്റ്റിഗേഷൻസും സ്കാനിങ്ങിലും ഒന്നും യാതൊരുവിധ ഫൈൻഡിങ്സും കാണാതാവുമ്പോൾ മൈഗ്രെയിൻ ആണെന്ന് കരുതി ശക്തമായ തലവേദന വരുമ്പോൾ പെയിൻ കില്ലേഴ്സോ ആന്റി ഡിപ്രസന്റ് മെഡിസിൻസോ അവർ കഴിക്കുന്നുണ്ടാവും. എന്നാൽ ഇത്തരം മെഡിസിൻസ് കൊണ്ട് മാത്രം അവർക്ക് പ്രോപ്പറായ ഒരു പരിഹാരം മൈഗ്രെയിനിൽ നിന്നും ലഭിക്കില്ല. കൃത്യമായ ട്രീറ്റ്മെന്റ് മാത്രമല്ല, കൗൺസിലിങ്ങും മെന്റൽ റീഹാബിലിറ്റേഷനും ഇത്തരം ആളുകൾക്ക് ആവശ്യമായി വരാറുണ്ട്. ട്രീറ്റ്മെന്റും കൗൺസിലിങ്ങും മെന്റൽ സപ്പോർട്ടും നൽകിയുള്ള ഒരു ഹോളിസ്റ്റിക് ആയ അപ്രോച്ച് ചെയ്യുമ്പോൾ മൈഗ്രെയിൻ മാത്രമല്ല അതിനോടനുബന്ധിച്ച് വരുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും അവർ ഭേദപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. കൂടുതൽ മൈഗ്രെയിൻ ഇൻഫർമേഷൻസിന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.